ഹായ് ഗൈസ്, എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് വെയിറ്റ് ഗെയിൻ ഡയറ്റ് പ്ലാനാണ്. അതായത് നൈറ്റ് ഷിഫ്റ്റുകാർക്ക് പറ്റിയ കുറേ ദിവസമായി നൈറ്റ് ഷിഫ്റ്റുകാർക്ക് ഒരു വെയിറ്റ് ഗെയിൻ ഡയറ്റ് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റുകാർക്ക് പറ്റിയൊരു സിമ്പിളായിട്ട് ഒരു 4 മീൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈ കലോറി ഡയറ്റ് പ്ലാൻ, ഏറെക്കുറെ 3000-ന് മുകളിൽ 3500ഓളം കലോറീസ് വരുന്ന ഒരു ഹൈ കലോറി ഹൈ പ്രോട്ടീൻ, നിങ്ങൾക്ക് വിത്തിൻ 10 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കൂടെ തന്നെ വർക്കൗട്ട് കൂടെ ചെയ്യുക. മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് കലോറീസ് കഴിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ ബോഡിയിൽ കൂടുമ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ പെട്ടെന്നുള്ള റിസൾട്ട് ബോഡിയിൽ ചേഞ്ചസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൂടെ മറക്കാണ്ട് ചെയ്യാം. നമുക്ക് ഹോം വർക്കൗട്ട് ഉണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഡംബിൾ ഹോം വർക്കൗട്ടുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. അതുകൂടെ അത് ഫോളോ ചെയ്യാം. അതുപോലെ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ്, മസിൽ ബിൽഡ് എല്ലാം ഓൺലൈനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേഡീസിനാണെങ്കിൽ ലേഡീസ് ട്രെയിനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എക്സ്പേർട്ട് ട്രെയിനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ, അഫോർഡബിൾ ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിത്തിൻ മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നൈറ്റ് ഷിഫ്റ്റുകാർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, കോച്ച് ഷെഫീഖ്. അല്ലാന്നുണ്ടെങ്കിൽ CS ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഫ്രീ ആകുമ്പോൾ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മളെ മീൽസിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഒരു 30 കിലോ അല്ലെങ്കിൽ ഒരു 40 കിലോയിൽ താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കിലോ ഒക്കെ യൂസ് ചെയ്താൽ മതി ഡംബിൾസ്. ഇപ്പോൾ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 kg, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കിലോയിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനർ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 kg യൂസ് ചെയ്താലും മതി. ഓക്കെ, ഡംബിൾസ്. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അവിടെ ട്രെയിനേഴ്സിനോട് നിങ്ങൾ ചോദിച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മതി ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അത് നിങ്ങളെ ഫസ്റ്റ് മീൽ, നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയമാണ് നിങ്ങളുടെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം പലരും ഉറക്കക്ഷീണത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിങ്ങളൊരു ഫസ്റ്റ് മീൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ മീൽ കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മീൽ ഒരു പലർക്കും പല ടൈമാണ്. ചിലർക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 3 PM അല്ലെങ്കിൽ 5 PM അല്ലെങ്കിൽ 6 PM. അപ്പോൾ നിങ്ങളെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം നിങ്ങൾ ഫസ്റ്റ് മീൽ എടുക്കുക. ഞാനോട് 5 to 6 PM ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് മീൽ നിങ്ങൾ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങളെ ഫസ്റ്റ് മീലാണ് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, 3 whole eggs. ഓക്കെ, 3 whole eggs നിങ്ങൾക്ക് ഓംലേറ്റ് ആക്കാം. നിങ്ങൾ ഓംലേറ്റ് ആക്കുമ്പോൾ കുറച്ച് കലോറി കൂടുതൽ കിട്ടും നമുക്ക്. അതിൻ്റെ കൂടെ നിങ്ങൾ 4 slice ബ്രൗൺ ബ്രെഡ് എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ചീസ് ഒരു 3-4 ഷീറ്റ് ചീസ് കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഫാറ്റ് ചീസ് കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ നിങ്ങൾ കഴിക്കുക. അത് ഫസ്റ്റ് ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഓട്സ് കഴിക്കാൻ പറ്റും. ഓട്സ് തലേദിവസം ഓട്സ്, മിൽക്ക്, ഫ്രൂട്ട്സ്, ചിയ സീഡ്, നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് തലേദിവസം നിങ്ങൾ സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മീലായിട്ട് അത് കഴിക്കാം. ഈ 2 ഓപ്ഷനാണ് ബെസ്റ്റ് ഓപ്ഷനാണ് പറഞ്ഞത്. അത്യാവശ്യം ഏറെക്കുറെ ഒരു 900 അല്ലെങ്കിൽ 1000 കലോറീസ് വരുന്ന മീലാണിത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു 3 whole eggs ഓംലേറ്റ് ആക്കുക. അതിൻ്റെ കൂടെ 4 ബ്രെഡ്. ഓക്കെ, ആ ബ്രെഡിൽ നിങ്ങൾ ചീസ് കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഓംലേറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് സാൻഡ്വിച്ച് പരുവത്തിൽ നിങ്ങൾ കഴിക്കുക ഫസ്റ്റ് മീലിൽ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ സാധാ ചായ അല്ലെങ്കിൽ മിൽക്ക്, പാൽ ചായ അല്ലെങ്കിൽ സാധാ ചായ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് മീൽ അതാണ്. രണ്ടാമത്തെ മീൽ ഏറെക്കുറെ ഒരു 10 മണി ആ അളവിൽ ഒരു 4 hours 3 to 4 hours ഗ്യാപ്പ് കൊടുക്കുക. ഒരു 10 മണി ആ റേഞ്ചിൽ നിങ്ങൾ കഴിക്കേണ്ടത് ഒരു 300 gram റൈസ് കഴിക്കുക. റൈസ്, ബ്രൗൺ റൈസ് അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ ചിക്കൻ്റെ തൈ പീസ് നിങ്ങൾ ആഡ് ചെയ്യാതെ അത്യാവശ്യം കലോറീസ് ഉണ്ട് അതിൽ. ചിക്കൻ തൈ പീസ് ഒരു 150 gram. ഓക്കെ, ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നോൺ വെജ് ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചന, ചെറുപയർ, പനീർ ഇതിലേതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങളൊരു
3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ കേർഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വെജിറ്റബിൾസ് കൂടെ നിങ്ങൾ തോരനായിട്ട് യൂസ് ചെയ്താലും മതി. ഓക്കെ, ഇത് നമ്മളെ രണ്ടാമത്തെ മീൽ, ഏറെക്കുറെ 10 മണി ആ റേഞ്ചിൽ നിങ്ങൾ കഴിക്കുന്നത്. അത് കഴിഞ്ഞൊരു മൂന്നാമത്തെ ഏറെക്കുറെ ഒരു 2 മണി ആ ഒരു ടൈമിൽ 2 AM നിങ്ങൾ കഴിക്കേണ്ടത്, നിങ്ങൾ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഷേക്ക് കയ്യിൽ വെച്ചോളുക, കരുതിക്കോളുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്സ്, അവക്കാഡോ ഒക്കെ ആഡ് ചെയ്ത്, മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട്, നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഉള്ള സ്മൂത്തി, ഒരു ഏറെക്കുറെ 1000 കലോറി വരുന്ന മാതിരിയുള്ള സ്മൂത്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കയ്യിൽ വെക്കുക. എന്നിട്ട് ആ ടൈമിൽ നിങ്ങൾ കുടിക്കാം. ഓക്കെ, ഈ 2 ഓപ്ഷനാണ്. ഒന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഷേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ സാധാ സ്മൂത്തി. ഈ 2 ഓപ്ഷൻ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കയ്യിൽ വെക്കുക. എന്നിട്ട് ആ ടൈം ആകുമ്പോൾ നിങ്ങൾ കഴിക്കുക. പിന്നെ നിങ്ങൾ കഴിക്കേണ്ടത് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ അവസാനത്തെ മീൽ എന്ന് പറയുന്നത് ഒരു 2-3 ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഒരു 150 ഗ്രാം. ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചന, ചെറുപയർ, അല്ലാന്നുണ്ടെങ്കിൽ പനീർ അല്ലെങ്കിൽ കിഡ്നി ബീൻസ്, സോയ ചങ്ക്സ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് അവസാനത്തെ മീൽ എന്ന് പറയുന്നത്. അവസാനത്തെ മീൽ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് കഴിച്ച് അവസാനിപ്പിക്കാം. പിന്നെ വെള്ളം, നിങ്ങളൊരു ശരാശരി ഒരു മനുഷ്യൻ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 20 കിലോയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിച്ചാലും ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 40 കിലോയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലിറ്റർ വെള്ളം മിനിമം നിങ്ങൾ കുടിക്കാം. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ വർക്കൗട്ട് മസ്റ്റായിട്ട് നിങ്ങളൊരു ഫസ്റ്റ് മീൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഫസ്റ്റ് മീൽ കഴിഞ്ഞിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഒരിക്കലും വർക്കൗട്ടിന് മുമ്പ് ഫുഡ് കഴിക്കാതിരിക്കരുത്. ഫുഡ് മസ്റ്റായിട്ട് വർക്കൗട്ടിന് മുമ്പ് കഴിക്കണം, വർക്കൗട്ടിന് ശേഷം നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഉറങ്ങുക. ഒരു ദിവസം നിങ്ങൾ 7 hours മിനിമം ഉറങ്ങിയിരിക്കണം. ഉറക്കക്ഷീണം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരേ സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ഒരു 4 മീൽ അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ നട്ട്സ് കഴിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ബ്രെഡ്, പീനട്ട് ബട്ടർ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ മീലായിട്ട് ആഡ് ചെയ്യും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പഴം കഴിച്ചാലും മതി. ഓക്കെ, ഇത്രയും കഴിച്ചിട്ട് നിങ്ങളൊരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, റിസൾട്ട് പക്കയായിരിക്കും. നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 1 to 2 kg 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ട്രെയിനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഞാൻ വാട്സപ്പ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക എനിക്ക്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ ട്യൂൺ.